സമാനമായ സാഹചര്യത്തിൽ 3 വർഷം മുൻപ് ഇവിടെ കെട്ടിടത്തിൽ തീപിടുത്തം ഉണ്ടായിരുന്നു. പക്ഷേ അന്ന് അതിരാവിലെയാണ് തീപിടുത്തം ഉണ്ടായത്. ആ സമയത്ത് ആളുകളൊന്നും ഉണ്ടായിരുന്നില്ല, ജീവനക്കാരൊന്നും എത്തിയിരുന്നില്ല, കെട്ടിടം പൂട്ടിയിട്ട നിലയിലായിരുന്നു. അന്ന് തീപിടുത്തം ഉണ്ടായപ്പോൾ പെട്ടെന്ന് ഫയർഫോഴ്സിന് തീ അണയ്ക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ നിലവിൽ ഇപ്പോൾ ഇന്ന് 6 മണിക്കാണ് ഈ തീപിടുത്തം ഉണ്ടായത്. അതിൻ്റെ ഒരു പ്രത്യേകത, ഈ സമയത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ ഈ വസ്ത്രം വാങ്ങാൻ എത്തുന്ന ഒരു സമയമാണ്, നിരവധി ജീവനക്കാരുള്ള സമയമാണ്. ഈ സമയത്താണ് തീപിടുത്തം ഉണ്ടായത്. പക്ഷേ പെട്ടെന്ന് അവരെ പുറത്തിറക്കാൻ പറ്റി. അത് ആളുകൾ ഇവിടെ നിന്നും പുക ഉയരുന്നത് കണ്ടു. പെട്ടെന്ന് തീ കത്താനുള്ള ഒരു സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് ഇവിടെയുള്ള ആളുകളെ മുഴുവനായും പുറത്തേക്ക് എത്തിക്കാൻ സാധിച്ചു എന്നുള്ളത് ആശ്വാസകരമായ കാര്യം തന്നെയാണ്. പക്ഷേ അതിൽ 2 പേർക്ക് പരിക്കേറ്റു. അവരുടെ പരിക്ക് ഗുരുതരമൊന്നുമല്ല. അവരെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അവരുടെ പേര് വിവരങ്ങൾ ഉൾപ്പെടെ ലഭിച്ചിട്ടില്ല. ഇപ്പോൾ ഈ രക്ഷാപ്രവർത്തനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലാണ് അധികൃതർ പൂർണ്ണമായും ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുള്ളത്. ഈ കെട്ടിടത്തിന് പുറത്ത് ഗ്ലാസും അതോടൊപ്പം തന്നെ ഫ്ലെക്സുകൾ കൊണ്ടുള്ള നിർമ്മിതികളൊക്കെ തന്നെയുണ്ട്. ഈ ഫ്ലെക്സും ഗ്ലാസ് പെട്ടെന്ന് ചൂട് കൊണ്ട് പൊട്ടി താഴോട്ട് വീഴുന്നുണ്ടായിരുന്നു നേരത്തെയൊക്കെ. അതുകൊണ്ട് കെട്ടിടത്തിന് സമീപത്ത് നിന്ന് ഒരു രക്ഷാപ്രവർത്തനം നടത്തുക എന്നത് ഫയർഫോഴ്സിനെ സംബന്ധിച്ച് കുറച്ചുകൂടെ അപകടകരമായ കാര്യമാണ്. ഗ്ലാസ് അപ്രതീക്ഷിതമായി താഴോട്ട് പൊട്ടി വീഴുന്ന ഒരു സ്ഥിതിയുണ്ട്. അതുകൊണ്ട് ഈ കെട്ടിടത്തിന് സമീപത്തായി ഈ ഫയർഫോഴ്സിന്റെ വാഹനങ്ങൾ നിർത്തി ഇതിന് മുകളിൽ ആളുകൾ കയറി നിന്ന് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ കയറി നിന്നുകൊണ്ടാണ് ഇപ്പോൾ തീ അണയ്ക്കുന്നത്. ഏതായാലും നിലവിൽ 2 യൂണിറ്റ് ഫയർഫോഴ്സ് ഇവിടെ തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. 4 യൂണിറ്റ് ഈ ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട്. ഇപ്പോൾ 5 യൂണിറ്റ് ഫയർഫോഴ്സ് സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. എല്ലാവരും കൂട്ടമായി പരിശ്രമിച്ചുകൊണ്ട് തീ അണയ്ക്കാനുള്ള ശ്രമങ്ങളാണ് നടത്തുന്നത്. എല്ലാ യൂണിറ്റും ഒരേ സമയം കെട്ടിടത്തിനകത്തേക്ക് തീ പടരാനുള്ള സാധ്യതയുള്ള സ്ഥലത്തേക്കും അതോടൊപ്പം തന്നെ തീ ആളിക്കത്തുന്ന ഭാഗത്തേക്കും ഒരുമിച്ച് വെള്ളം അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പെട്ടെന്ന് ഇത് നിയന്ത്രണ വിധേയമാക്കാൻ സാധിക്കുമെന്നുള്ളതാണ് ഫയർഫോഴ്സിന്റെ ഭാഗത്തു നിന്നും ലഭിക്കുന്ന വിവരം. നമുക്കറിയുന്നത് പോലെ പുതിയ സ്റ്റാൻഡ് ഭാഗത്ത് സമാനമായി മാസങ്ങൾ മുൻപ് തീപിടുത്തം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അന്ന് പക്ഷേ കെട്ടിടത്തിന്റെ നിർമ്മിതിയിലെ പ്രശ്നങ്ങളുമൊക്കെ വലിയ രീതിയിൽ ഫയർഫോഴ്സിന് വെല്ലുവിളിയായിട്ടുണ്ടായിരുന്നു. മണിക്കൂറുകളോളം കെട്ടിടങ്ങളൊക്കെ അടുപ്പിച്ചടുപ്പിച്ചുള്ള ഒരു പ്രദേശമാണ്. പക്ഷേ ഇവിടെ ഇങ്ങനെയാണ് സാഹചര്യം. തൊട്ടടുത്ത് മറ്റ് കെട്ടിടങ്ങളുണ്ടോ, മറ്റ് സ്ഥാപനങ്ങളിലേക്ക് കൂടി തീ പടരാനുള്ള ഒരു സാധ്യതയുണ്ടോ? അത്തരത്തിലൊരു വെല്ലുവിളി നിലവിൽ ഇവിടെ ഇല്ല. ജയലക്ഷ്മി നിൽക്കുന്നതിന് സമീപത്തായി നിരവധി കെട്ടിടങ്ങളുണ്ട്. പക്ഷേ അത് മീറ്ററുകൾ മാറിയാണ് എല്ലാ കെട്ടിടങ്ങളും നിൽക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ തീ പെട്ടെന്ന് അങ്ങോട്ട് പറന്നു പിടിക്കാനുള്ള സാധ്യത ഫയർഫോഴ്സ് ഇപ്പോൾ പറയുന്നില്ല. അത് അങ്ങനെ മുന്നിൽ നിലവിലില്ല എന്നുള്ളതാണ് ഏറ്റവും ആശ്വാസകരമായ കാര്യം. സാധാരണഗതിയിൽ ഈ നഗര ഹൃദയത്തിലൊക്കെ തീപിടുത്തം ഉണ്ടായാൽ ഏറ്റവും വലിയ വെല്ലുവിളി മറ്റു കെട്ടിടത്തിലേക്ക് തീ പടരുന്നത് തടയുക എന്നുള്ളതായിരുന്നു. ഒരുപക്ഷേ അങ്ങനെ തീ പടർന്ന് അത് വ്യാപ്തി കൂട്ടുമെന്നുള്ളത് വലിയ തോതിൽ വെല്ലുവിളി ഉണ്ടാക്കുന്ന കാര്യമാണ്. പക്ഷേ ഈ നിലവിൽ അങ്ങനെ ഒരു സാഹചര്യം ഇവിടെയില്ല. ഈ ജയലക്ഷ്മി നിൽക്കുന്ന കെട്ടിടത്തിന് സമീപത്തായി മറ്റ് കെട്ടിടങ്ങളൊന്നുമില്ല. ഒരു കോമ്പൗണ്ടിൽ എന്ന പോലെയാണ് ഈ ജയലക്ഷ്മിയുടെ കെട്ടിടം നിർമ്മിച്ചിട്ടുള്ളത്. അതുകൊണ്ട് വലിയൊരു അപകടം അങ്ങനെ ഉണ്ടാകാനുള്ള സാധ്യതയില്ല. പക്ഷേ ഇതിനകത്ത് തീ പറന്നു പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഇവിടെ നിന്നും നോക്കിയാൽ തന്നെ ഫ്ലെക്സുകൾക്കുള്ളിലൊക്കെ തീ കത്തുന്നത് കാണാൻ സാധിക്കും. അത് ഒരുപക്ഷെ കുറച്ച് കഴിയുമ്പോൾ പുറത്തേക്ക് വന്ന് ഈ ഫ്ലെക്സൊക്കെ ആളി കത്തുന്ന നിലയുണ്ട്. ഗ്ലാസുകളൊക്കെ പൊട്ടി താഴേക്ക് വീഴുന്ന നിലയുണ്ട്. അങ്ങനെ വലിയ തോതിൽ അപകടം സംഭവിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ട് കെട്ടിടത്തിന് സമീപത്തേക്ക് പോയി രക്ഷാപ്രവർത്തനം നടത്തുക എന്ന് പറയുന്നത് അത്തരത്തിൽ പോസിബിളായ ഒരു കാര്യമല്ല. ഫയർഫോഴ്സ് നിലവിൽ ഇങ്ങനെ ഈ വാഹനങ്ങൾക്ക് മുകളിൽ കയറി നിന്നുകൊണ്ടാണ് ഉള്ളിലേക്ക് വെള്ളം അടിക്കുന്നത്. ഏറ്റവും ആശ്വാസകരമായ കാര്യം, ഏറ്റവും ഫലപ്രദമായ കാര്യം, ഈ കെട്ടിടത്തിനുള്ളിലേക്ക് നേരിട്ട് വെള്ളം എത്തിക്കാൻ, നേരിട്ട് വെള്ളം പമ്പ് ചെയ്യാൻ ഫയർഫോഴ്സിന് സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അങ്ങനെ വല്ലാതെ തീ ആളിക്കത്തുന്നത് തടയാനുള്ള ഒരു സാധ്യത അല്ലെങ്കിൽ ഒരു സാഹചര്യം ഫയർഫോഴ്സിന് മുന്നിൽ നിലവിലുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ആശ്വാസകരമായ കാര്യം. ഏതായാലും 5 യൂണിറ്റ് ഫയർഫോഴ്സ് ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. ഈ ഫയർഫോഴ്സ് ചേർന്ന് ഈ തീ അണയ്ക്കാനുള്ള ശ്രമങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അത്തരത്തിൽ ഫയർഫോഴ്സിന്റെ ഭാഗത്തു നിന്നും കൃത്യമായ ഒരു രക്ഷാപ്രവർത്തനങ്ങളൊക്കെ തന്നെ നടക്കുന്നുണ്ട്. കോഴിക്കോട് പാളയം കല്ലായി റോഡിലാണ് തീപിടുത്തം ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ ഉള്ള തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. 2 നിലകളിലാണ് തീപിടുത്തം ഉണ്ടായിരിക്കുന്നത്. വൈകിട്ട് 6:15 തീപിടുത്തം ഉണ്ടാകുന്നു. ഉടൻ തന്നെ ജീവനക്കാരെയും ഒപ്പം അവിടെ ഉണ്ടായിരുന്ന മറ്റാളുകളെയും പുറത്തെത്തിക്കാൻ സാധിച്ചു. പക്ഷേ 2 ജീവനക്കാർക്ക് തീപിടുത്തത്തിൽ പരിക്കേറ്റിട്ടുണ്ട്. പക്ഷേ ഇവരുടെ പരിക്ക് ഗുരുതരമല്ല. ഇവരെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കാണ് മാറ്റിയിരിക്കുന്നത്. 5 യൂണിറ്റ് ഫയർഫോഴ്സ് സംഘം ഇവിടെ സ്ഥലത്തെത്തിയിട്ടുണ്ട്.